ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ആ ആശ്രമത്തിലുള്ള മേഘനയോട് വിവരങ്ങളെല്ലാം നമ്മുടെ അഭി പറഞ്ഞു. ഇതൊരിക്കലും അമ്മയെ അറിയരുത്, എൻ്റെ ഒരു അപേക്ഷയാണെന്നും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നിരഞ്ജനയോടും അമലിനോടും അവിടുത്തെ കാര്യങ്ങൾ അഭി പറയുക, എൻ്റെ കൈയും കാലും തളരുകയാണെന്നും പറഞ്ഞു. ഈ സമയത്ത് നിരഞ്ജനയെന്ന് അവിടുത്തെ അമ്മയെ നോക്കുന്ന പുള്ളിക്കാരിയാണെങ്കിൽ അമ്മയോട്, അമ്മേ ജാനകി ഉടനെ വരും, അമ്മ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അമ്മയെ അകത്തേക്ക് കൊണ്ടുപോകണു. ആ ഒരു സമയത്ത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനകിയെ പറ്റിയുള്ള കാര്യങ്ങൾ അഭി ഇങ്ങനെ ആലോചിക്കുക. ജാനകിയായിട്ട് കണ്ടത്, ജാനകിയായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം. അപ്പോൾ ജാനകിയാണെങ്കിൽ അകത്ത് ICUവിൽ ഇങ്ങനെ കിടക്കുന്നു. അഭി ജാനകിയെ കാണാൻ അകത്തേക്ക് കയറി ചെന്നു. ഈ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അഭിക്ക്. അഭി നിന്നങ്ങ് കരയാൻ തുടങ്ങി ജാനകിയെ കണ്ട്. അപ്പോൾ അഭി ഏട്ടനോട് യാത്ര പറഞ്ഞ് ജാനകി ഇറങ്ങുന്നതിനെ പറ്റിയാണ് അഭി ആലോചിക്കുന്നത്. അപ്പോൾ അടുത്ത് നിന്ന് ഡോക്ടറോട് വിവരങ്ങൾ ചോദിച്ചു. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ആകരുതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ്. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ജാനകിയെന്നും വിളിച്ച് ഭയങ്കര കരച്ചിൽ അഭി. അപ്പോൾ ജെയിംസ് സാറിൻ്റെ ജൂനിയർ ഡോക്ടറാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെന്നും എന്താണ് നിങ്ങളുടെ പേര് എന്നൊക്കെ ചോദിച്ചു. അപ്പം അഭിരാമൻ നന്നു പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ജാനകിയുടെ ശരിക്കുള്ള അവസ്ഥ എന്താണ് ഡോക്ടർ എന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ തലക്കേറ്റ ആഘാതം തന്നെയാണ് കാരണമെന്നും അതാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നതെന്നും പറയാം. വലത് കൈക്ക് ഫ്രാക്ചർ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യവും പറയാം. ഇതൊക്കെ കേട്ട് അഭി വല്ലാണ്ടായിട്ട് നിൽക്കും. തല ശക്തിയായിട്ട് എവിടെ അടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രോബ്ലം വന്നിരിക്കുന്നതെന്നും ആ ഡോക്ടർ അഭിയോട് പറഞ്ഞു. ജാനകി നല്ല മയക്കത്തില്ല. അപ്പോൾ ധൈര്യം കൈവിടാതെ ഈ പ്രതിസന്ധി നേരിടുക വേണ്ടത്, ഞങ്ങൾ കൂടെ ഉണ്ടെന്നും ആ ഡോക്ടർ ഇങ്ങനെ പറയുക കേട്ടോ. ആ ഒരു സമയത്ത് അഭി ഇങ്ങനെ കയ്യും കാലും വറച്ച് ഇങ്ങനെ നിൽക്കുക. ജെയിംസ് സാർ ഇപ്പോൾ പോയതേ ഉള്ളൂ, ഞങ്ങൾക്ക് കഴിയുന്നതൊക്കെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്, ജാനകിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇപ്പം അഭിറാം പുറത്തേക്ക് ചെന്ന് നിന്നോളാനും ആ ഡോക്ടർ അഭിയോട് പറഞ്ഞു കേട്ടോ. അഭി എന്നിട്ട് പുറത്തേക്ക് പോവുക. ജാനകിയെ കണ്ടിട്ടും മതി വരാതെ അങ്ങനെ അഭി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഈ സമയത്ത് അവിടെ അമലൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അഭി പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഡോക്ടർ ഇറങ്ങി വന്നു. സോറി അഭിറാം, സർജറിക്ക് ശേഷമുള്ള MRI റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇൻറ്റേർണൽ ബ്ലീഡിങ് ഇപ്പോഴും ഉണ്ടെന്നും ഇനിയൊരു സർജറി വേണ്ടി വരുമെന്നും ആ ഡോക്ടർ പറയാം. ഇതൊക്കെ കേട്ടപ്പോൾ ഇവരാകെ വല്ലാണ്ടായിട്ടോ, ഭയങ്കരമായിട്ട് ഇതായി നിൽക്കുക. അപ്പോൾ അത് പിന്നെ ഡോക്ടർ ഈ നില തുടരുന്നത് ആപത്തല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്ന കാര്യം പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ, ഏട്ടാ നമുക്ക് ഏട്ടത്തിയെ കുറച്ചുകൂടി സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതല്ലേ നല്ലതെന്ന് അമൽ ചോദിച്ചു. അപ്പോൾ എന്താ ഡോക്ടറുടെ അഭിപ്രായം? ഇത് ചെയ്യണമെങ്കിൽ ഞങ്ങളത് ചെയ്യാമെന്ന് അഭി ഡോക്ടറോട് പറയും. എന്ത് വില കൊടുത്തും എനിക്ക് അവരുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് സർജറിക്ക് മുന്നേ ആകണമായിരുന്നു എന്ന കാര്യങ്ങൾ ഈ ഡോക്ടർ ഇങ്ങനെ ഇവരോട് പറയുക. അപ്പോൾ അതിനൊരു ഹോപ്പില്ല എന്നതിലാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത്. ഇവരാകെ നിസ്സഹായരായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നത് അങ്ങേയറ്റം റിസ്ക് ആയിട്ടുള്ള കാര്യമാണെന്നും ഈ ഡോക്ടർ ഇങ്ങനെ പറയണു കേട്ടോ. അപ്പോൾ അതെല്ലാം കേട്ടിങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് ഇവർ നിൽക്കും. അപ്പോൾ ഇനി കൊണ്ടുപോകാനൊന്നും കഴിയത്തില്ലേ ഡോക്ടർ എന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയേക്കാൾ ഗുരുതരമായിരിക്കും ഇവിടെയുള്ള ICUവിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാം. അതൊരിക്കലും ഞാനായിട്ട് അംഗീകരിച്ച് തരുന്ന ഒരു കാര്യമല്ല. ഹോസ്പിറ്റലിൽ മാറ്റിയത് കൊണ്ടോ പേഷ്യൻറ്റിൻ്റെ നിലയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാനില്ല. അപ്പോൾ അതൊരു റിസ്ക് ആയിട്ട് എടുക്കേണ്ട ആവശ്യവും ഇല്ല എന്നും ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ ഇവർ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച ഒരു തീരുമാനം 5 മിനിറ്റിനുള്ളിൽ തന്നെ പറയണമെന്നും പറഞ്ഞു. തിയേറ്ററിൽ നിന്നും പേഷ്യൻ്റ് ഒബ്സർവേഷൻ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാത്തത് ഷീസ് വെരി സീരിയസ് ആ കണ്ടീഷൻ ആയതുകൊണ്ടാണെന്നും നിങ്ങൾ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞു ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി. ഡോക്ടർ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം അബേട്ട നമ്മളിനി എന്ത് ചെയ്യും, എന്തൊരു തീരുമാനം നമ്മളിപ്പോൾ എടുക്കുക, എന്താ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നിരഞ്ജന ചോദിക്കുക. ഡോക്ടർ പറയുന്നത് കേൾക്കുന്നതല്ലേ നല്ലത് എന്ന് നിരഞ്ജന ചോദിക്കുമ്പോൾ അബി അതിന് തന്നെ സമ്മതിച്ചു. അപ്പം നമുക്ക് വേറൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് അമൽ ഇങ്ങനെ പറഞ്ഞു. അമൽ, ഇതൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്, ഇവിടെ നമ്മളുടേതായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറിനെ ഒന്ന് വിശ്വസിക്കാം അമൽ. ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിൽ ഒരു പേഷ്യൻറ്റിനെ ക്രിട്ടിക്കൽ ICUവിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്ത് കൊണ്ടുപോകാനാണെന്ന് നിരഞ്ജന ചോദിച്ചു. അബിയുടെ കയ്യും കാലം തളർന്നിരിക്കുക. ഇത് ജാനകിയുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയല്ലേ എന്ന് അമൽ അന്നേരം ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആർക്കും ഒന്നും പറയാനില്ല. അബിയേട്ടൻ തന്നെ ഒരു തീരുമാനം എടുക്കുക, അത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അങ്ങനെ അതും പറഞ്ഞ് അമൽ നിൽക്കുമ്പം അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ കിടന്ന് തന്നെ ആവട്ടെ, എല്ലാം ദൈവത്തിൽ അർപ്പിക്കാൻ ഞാനെന്ന് പറഞ്ഞ് അഭി ഇങ്ങനെ എല്ലാം തീർന്നൊരു മനുഷ്യനായിട്ട് നിൽക്കുക. അപ്പം തന്നെ നിരഞ്ജന ഫോൺ എടുത്ത് പ്രഭാവതി അമ്മയെ വിളിച്ചു. അപ്പോൾ എന്താ നിരഞ്ജനെ എന്ന് ചോദിച്ചു. ഫോൺ എടുത്തു. അമ്മയെ വിളിച്ച് അമൽ എന്തെങ്കിലും വിവരം പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് വിവരം, എന്താ മോളെ, എന്താ കാര്യം, ആരും എന്നെ ഒന്നിനും വിളിച്ചില്ലല്ലോ. അപ്പോൾ അത് പിന്നെ അമ്മ എന്ന് പറഞ്ഞ് നിരഞ്ജന കരയും. അപ്പോൾ എന്ത് പറ്റിയെന്ന് പ്രഭാവതി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്തിനെ കരയുന്നേ,
കാര്യം പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലാണെന്നും ആക്സിഡൻറ്റ് പറ്റിയെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും പ്രഭാവതി ആകെ ഞെട്ടിപ്പോയി. ആക്സിഡൻ്റ് ഒന്നും ചോദിച്ചു പുള്ളിക്കാരിയും ഭയങ്കര ഇത്. അപ്പോൾ ഇതുവരെ ഏട്ടത്തിയുടെ കാര്യമൊന്നും പറയാറായിട്ടില്ല അമ്മ എന്നൊക്കെ നിരഞ്ജന പറയാം. അമ്മ അഭിയേട്ടൻ്റെ അവസ്ഥ അത് പറയാതിരിക്കുന്നത് അമ്മ ഭേദമെന്നൊക്കെ പറഞ്ഞ് നിരഞ്ജൻ ഇങ്ങനെ പറയാം. ഞാനും അമല ഹോസ്പിറ്റലുണ്ടെന്ന് പറയുമ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് ജാനകി ഉള്ളതെന്ന് ചോദിച്ചു അമ്മ. അപ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ശരി അമ്മേ എന്നും പറഞ്ഞ് നിരഞ്ജന ഫോൺ ഒന്ന് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും പ്രഭാവതി അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല, എൻ്റെ മോളെന്നും പറഞ്ഞു. ആ സമയത്ത് അപർണ അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ജാനകിയെ കാണാതെ പൊന്നു കരയാണെന്ന് പറഞ്ഞ് മഞ്ജു അങ്ങോട്ടേക്ക് വന്നു. അച്ഛനെയും കാണുന്നില്ലെന്ന് അവൾ പറയണതെന്നൊക്കെ പറഞ്ഞു. അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് പറയുമ്പം നിങ്ങളെയാണ് ആദ്യം ആശ്വസിപ്പിക്കേണ്ടത്. ജാനകി മുൻപ് ഇവിടെ നിന്ന് വാടക വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ സങ്കടമൊന്നും പറയാറുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം എന്തിനാ അവൾ കരയുന്നത്? അത് അവളോട് പറയണമെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാണെന്ന് അന്നേരം ചോദിക്കാം മഞ്ജു. അഭിസാറോ ജാനകിയോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജാനകിയെ കണ്ടില്ല എങ്കിലും പൊന്നു കരയുമായിരുന്നില്ല എന്ന കാര്യം മഞ്ജു പറഞ്ഞു. നിങ്ങളാ ഇപ്പം ഇവിടെ സമാധാനം തരാത്തത്, നിങ്ങളാ ഇതൊക്കെ ഒപ്പിച്ച് വെക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുവിനോട് ചൂടാവുകയാണ് അപർണ. അങ്ങനെ നിൽക്കുമ്പോൾ പൊന്നു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. പൊന്നു ഇറങ്ങി വന്ന് അമ്മയെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു. നിന്റെ അമ്മയ്ക്ക് നിന്നോട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല, നീ ഭക്ഷണം കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അപർണ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എന്നൊക്കെ പറയുമ്പോൾ അമ്മയോട് സംസാരിക്കാതെ പൊന്നു ഒന്നും കഴിക്കില്ല എന്ന് ആ കുഞ്ഞു പറയുക. എന്നാൽ പിന്നെ നീ കഴിച്ചത് തന്നെയാണെന്ന് അപർണ കൊച്ചിനോട് പറയണു. മഞ്ജു ഇതൊക്കെ കേട്ട് ആകെ അവശതയായിട്ട് നിൽക്കുക. എനിക്ക് എൻ്റെ അമ്മയോട് സംസാരിക്കണമെന്നും പറഞ്ഞായി കുഞ്ഞ്. ചേടാ ഇതും തരം നാശമാണെന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ പറയാം. ഇവിടെയുള്ള ഒരു കുട്ടിയുള്ളതിനെ പറ്റി അവിടെയുള്ള ആർക്കും യാതൊരു ബോധവും ഇല്ലെന്നാണ് അപർണ പറയണേ. അപർണ അത് പറയുന്നത് കേട്ടപ്പോഴും മഞ്ജു അന്തം വിട്ട് നോക്കുക കേട്ടോ. നീ അച്ഛനെയും അമ്മയെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, അവരിന്ന് ഇങ്ങോട്ടേക്ക് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഭയങ്കര ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക നമ്മുടെ മഞ്ജു. നീ മഞ്ജു ചേച്ചിയുടെ കൂടെ ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണേ, ഇന്ന് മഞ്ജു ആൻറ്റിയുടെ കൂടെയാണ് നീ ഉറങ്ങാൻ പോകുന്നത് എന്നൊക്കെ അപർണ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അപർണ ഇതൊക്കെ പറയുമ്പോഴും ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ മഞ്ജു അവിടെ. അപ്പോഴാണ് പുറത്തുനിന്ന് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്, ഇവർ നോക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ നിന്ന് നമ്മുടെ അമൽ ഇറങ്ങി വന്നു. അമലിനെ കണ്ടപ്പോഴത്തേക്കും ചെറിയച്ചാന്ന് പറഞ്ഞ് കൊച്ച് ഓടി ചെന്നു കേട്ടോ. അപർണ യാതൊരു കൂസലും ഇല്ലാതെ നിൽക്കുക. പക്ഷെ അമൽ അവളെ ദഹിപ്പിച്ച് തീർക്കുന്ന രീതിയിലുള്ള നോട്ടമാണ് നോക്കുന്നത്. ഇവളാണെങ്കിലോ അമലിനെ ഒരു കൂസലും ഇല്ലാതെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അമൽ കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ചെറിയച്ച പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും ഇതുവരെയും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന കാര്യം കൊച്ചു പറയാം. പൊന്നുവിൻ്റെ അച്ഛനെയും അമ്മയെയും പൊന്നുവിന് കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിർബന്ധം പിടിക്കുക. അച്ഛനും അമ്മയും എവിടെ പോയതാ ചെറിയച്ച എന്നൊക്കെ ചോദിച്ചു. അപ്പോഴും അമലിന് കൊച്ചിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല. അമൽ അന്നേരവും ഇവളെ നോക്കുന്ന നോട്ടം. അപ്പോൾ സന്ധ്യ മുതൽ പൊന്നെ ശാഠ്യം പിടിക്കാൻ തുടങ്ങിയതാണെന്ന് മഞ്ജു പറയൂ കേട്ടോ. അന്നേരം മഞ്ജു ചേച്ചി ചെല്ല്, ഞാൻ ഇവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചോളാമെന്ന് പറഞ്ഞു അമൽ. അങ്ങനെ മഞ്ജുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. മഞ്ജു അങ്ങ് പോയി. ആ സമയത്ത് അപർണ അമലിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ടൊന്നും മിണ്ടാതെ ഇവൾ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് അമലാണെങ്കിൽ അച്ഛനും അമ്മയും ഇപ്പോൾ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിക്കുവാണ്. എന്താ ചെറിയച്ച അച്ഛനും അമ്മയും വരാത്ത? ചെറിയച്ഛൻ്റെ മുഖത്ത് എന്താ ഒരു സങ്കടം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും അമ്മാമ്മയുടെ അടുത്താണ് ഉള്ളത്, അവരിന്ന് അവിടെയാണ് നിൽക്കുന്നതെന്ന കാര്യം പറഞ്ഞു. അമ്മാമ്മയുടെ ചികിത്സ നടക്കുകയല്ലേ, അതാ രണ്ടുപേരും അവിടെ പോയി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കുറച്ച് ദിവസം അച്ഛനും അമ്മയ്ക്കും അവിടെ നിന്നേ പറ്റുള്ളൂ. പിന്നെ അമ്മാമ്മയ്ക്ക് ഇപ്പം നടക്കുന്നതേ മുൻപത്തെ ചികിത്സയും കാര്യങ്ങളൊന്നും അല്ല, കൂടെ എപ്പോഴും ആൾ വേണമെന്നൊക്കെ അമൽ പറഞ്ഞു കൊടുക്കുക. അമ്മാമ്മ ഒന്നും മിണ്ടാനല്ലേ പൊന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ അച്ഛനും അമ്മയും അവിടെ നിൽക്കട്ടെ, പൊന്നു വഴക്കുണ്ടാക്കരുത്, അതല്ലേ നല്ലതെന്നൊക്കെ ചോദിച്ചു. അച്ഛനും അമ്മയും എന്നെ ഫോണിൽ വിളിച്ചില്ല എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് അവിടെ ഫോണിൽ വിളിക്കാനായിട്ടൊന്നും പറ്റത്തില്ല പൊന്നു, പിന്നെ രഹസ്യമായിട്ടേ ആരും അറിയാതെയല്ലേ അമ്മാമ്മയെ ചികിത്സിക്കുന്നത്. അപ്പം പിന്നെ വിളിച്ചാലോ, പൊന്നു എല്ലാം അറിയാവുന്ന കുട്ടിയല്ലേ, പൊന്നു വഴക്കുണ്ടാക്കരുത്, പിണക്കൊന്നും കാട്ടാതെ മിടുക്കുകയായിട്ട് ഇവിടെ നിൽക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മല് കൊച്ചിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇന്ന് ചെറിയച്ഛൻ്റെ കൂടെ കിടക്കാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയച്ഛൻ്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ പൊന്നുവിനെ ചെറിയച്ഛനോടുള്ള സ്നേഹം ഓർത്ത് നിറഞ്ഞതാണെന്നും പറഞ്ഞു അങ്ങനെ കൊച്ചിനെ സമാധാനിപ്പിക്കാം. മുന്നേ ചെറിയച്ഛൻ്റെ കൂടെയല്ലേ പൊന്നു ഉറങ്ങാറ്, അതൊക്കെ എന്താ പൊന്നു മറന്നുപോയോ എന്ന് ചോദിച്ചു. അങ്ങനെ പൊന്നുവിനെ ചേർത്ത് പിടിച്ച് നമ്മുടെ അമൽ അവിടെ അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ഇവള് മുറി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്കം നടക്കുന്നു, ഫോണെടുത്ത് തുരുതുരാന്ന് വിളിക്കുന്നു, പക്ഷെ ആരെയും കിട്ടുന്നില്ല. അതും കണ്ടുകൊണ്ട് അമൽ കയറി വരുന്നത്. അത് കണ്ട അമലിനെ സഹിക്കുമോ? അമലങ്ങ് ചെന്നില്ല ഇവളുടെ അടുത്തേക്ക്. ചിലരുടെ ഫോൺ കോളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടെന്ന് നമ്മുടെ അമൽ അന്നേരം പറഞ്ഞു. അതിനി എവിടെ ചെന്ന് നിൽക്കുമെന്ന് വൈകാതെ കാണാമെന്നും പറഞ്ഞു. അത് കേട്ടപ്പം നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ജാനകിക്ക് കൊട്ടേഷൻ കൊടുത്തത് അച്ഛനാണെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം തമ്പിക്ക് അതിനുള്ള മനസ്സ് വരും എന്നുള്ളൊരു സംശയമൊക്കെ എനിക്കുണ്ട് എന്ന് ഈ
നമ്മുടെ അമൽ പറയുക. അപ്പോഴും ഇവള് ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കാം. എന്തൊക്കെ പറയാമെങ്കിലും മനസ്സൊന്നും മടിക്കില്ലേന്ന് അമൽ ചോദിച്ചു. മകളുടെ ഏട്ടത്തിയല്ലേ ജാനകി? മകളുടെ ഏട്ടത്തിയല്ല, മകളുടെ ഭർത്താവിൻ്റെ ഏട്ടത്തി. അമൽ കടിച്ചു പിടിച്ച് നിൽക്കുക ഇവളുടെ ഈ സ്വഭാവത്തിന് മുന്നിൽ. അച്ഛൻ ഇതെന്നോട് പറഞ്ഞത് തന്നെയാ, നിങ്ങൾക്ക് എന്താപത്ത് വന്നാലും അതൊക്കെ നമ്മളുടെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കും എന്നുള്ള കാര്യം. അന്നേരം അമലൊന്ന് ചിരിച്ചു ഇത് കേട്ടിട്ട്. നിങ്ങൾ പോലീസിനെ കൊണ്ടോ CBI കൊണ്ടോ ആരെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിക്കുക, സത്യം പുറത്തു വരട്ടെ. അന്വേഷിക്കാതെ വെറുതെ കിട്ടിയതും വാങ്ങി ഇരിക്കുമെന്ന് വിചാരിച്ചോടി നീ, എങ്കിലേ നിനക്ക് തെറ്റിയെന്ന് അമലങ്ങ് പറഞ്ഞു. ആര് ചെയ്താലും ശിക്ഷ വിധിക്കുന്നത് കോടതി ആയിരിക്കില്ലെന്നും അത് അഭിയേട്ടൻ ആയിരിക്കുമെന്ന് നീ ഓർത്തോളാനും പറഞ്ഞു. അത് കേട്ടപ്പം നീ ആരെ അമലെ പേടിപ്പിക്കുന്നത്? നീ ആരോടാടാ ഇന്ന് നീ പറയുന്നതെന്നൊക്കെ അപർണ. ജാനകിയെ കൊന്നു കളയേണ്ട എന്ത് കാര്യമാണ് ഞങ്ങൾക്കുള്ളത്, അതിന് എന്ത് വില അവൾക്കുണ്ടെന്നും അപർണ ചോദിക്കുമ്പോൾ അമലൊന്ന് ചിരിച്ചു. കേസ് റീഓപ്പൺ ചെയ്യാനുള്ള കോടതി വിധി വരുമെന്ന് കരുതി അവളെ തീർത്ത് കളയാൻ ശ്രമിച്ചു എന്നാണോ നീയൊക്കെ കരുതി വെച്ചിരിക്കുന്നത്? നിനക്കൊക്കെ തെറ്റി. അതിന് ജാനകിയെ കൊന്നാൽ കേസ് തീരുവോടാ എന്ന് അപർണ ചോദിക്കാം. കേസ് കോടതിയിൽ നിൽക്കുകയല്ലേ. ജാനകി അതിന് മൊഴി പോലും പറയുന്നവളല്ലല്ലോ. കൊല്ലണമായിരുന്നെങ്കിലേ അവൾ കേസിന് ഇറങ്ങി തിരിച്ച് ആ നിമിഷം തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്നും അപർണ അമലിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാം. അമലെ സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ യുക്തിബോധം വേണമെന്ന് അപർണ. യുക്തിബോധം ഇല്ലാത്തവരെ ഇതൊക്കെ ചെയ്യത്തുള്ളൂ അപർണേ, അത് നിനക്ക് മനസ്സിലായില്ലേന്ന് ചോദിച്ചു. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചിന്തയില്ലാത്തവർ, മനസ്സിൽ പ്രതികാരത്തിൻ്റെ ഇരുട്ട് മാത്രം ഉള്ളവർ. എൻ്റെ മനസ്സിലെ ഇരുട്ട് തന്നെയാടാ, ആ ഇരുട്ട് നിറച്ചവരെ നിങ്ങളൊക്കെ തന്നെയാണെന്ന് അപർണ നേരത്തേക്ക് അമലിനോട് പറയണം. നീ നിൻ്റെ ഏട്ടനോട് ചെന്ന് പറ അപർണയെ പ്രതിയാക്കി കേസ് കൊടുക്കാനായിട്ടെന്നൊക്കെ പറയുമ്പം എനിക്ക് സംശയം നിന്നെ തന്നെ അടിയെന്ന് അമൽ അന്നേരം അപർണയോട് പറഞ്ഞു. എനിക്ക് മാത്രമല്ല പലർക്കും ആ സംശയമുണ്ട്. അത് കേട്ടപ്പോഴും അപർണ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുക. കാരണം അപർണയല്ലെന്ന് അപർണയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നീ തന്നെ അടി അത് ചെയ്തതെന്നൊക്കെ പറയുമ്പം അതേടാ, ജാനകിയെ തീർത്ത് കളയാൻ ആളെ വിട്ടത് ഈ അപർണ തന്നെയാടാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, നീ പോയി ചെയ്യാൻ പറഞ്ഞു അപർണ അമലിനോട്. അമലിനാണെങ്കിൽ നിയന്ത്രണം വിട്ടിട്ട് ഒരു രക്ഷയില്ല. അപർണ ഇങ്ങനെ അപർണയുടെ മുഖത്ത് നോക്കി പല്ല് കടിച്ച് പിടിച്ച് നമ്മുടെ അമലിങ്ങനെ നിൽക്കുക. അപർണ ഇങ്ങനെ അമലിനെ നോക്കി നിൽക്കുന്നു. അവൾ ജീവിച്ചിരിക്കാൻ അർഹയല്ല എന്ന് എനിക്ക് തോന്നിയെന്നും ഒരു തെറ്റും ചെയ്യാത്തവരെ വേട്ടയാടി അവൾ അങ്ങനെ ജീവിക്കണ്ടെന്ന് ഞാനങ്ങ് കരുതി. എന്താ എനിക്കത് ചെയ്യാൻ പാടില്ലടാന്ന് ചോദിക്കുമ്പം എടി നിനക്ക് ഭ്രാന്താടി, നിനക്ക് മുഴുവൻ ഭ്രാന്ത്. അപ്പം നീ എന്നെ ഭ്രാന്തി ആക്കുമല്ലേ? ഞാൻ നിൻ്റെ ഭാര്യയാണെന്നുള്ള ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ എന്നോട് നീ ഇത് പറയുവോ എന്ന് ചോദിച്ചു അപർണ. നീ എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും പിന്നാലെ മാത്രം ഓടാതെ മറ്റാരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കടാമെന്നും പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു അപർണ തടി തപ്പാനായിട്ട് നോക്കുവാണ്. രാമനെ രാവണൻ എന്ന് പറയുന്നത് പോലെ ജാനകിക്ക് അപർണയെന്ന് ധരിച്ച് വെച്ചേക്കരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് അപർണ വലിയ ഷോ കാണിച്ച് സംസാരിക്കാം. ജാനകിയെ പോലെ ഒരു അനാഥയെ ഇല്ലാണ്ടാക്കിയ സ്വന്തം ജീവിതം ഹോമിച്ച് കളയുന്ന ഒരു വിഡ്ഢിയൊന്നും അല്ല ഈ അപർണ എന്നൊക്കെ പറയുമ്പോൾ അമൽ അതിനും ചിരിച്ചു. കോടതിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചിലപ്പോൾ തുടരന്വേഷണത്തിന് പോലീസ് അല്ലെങ്കിൽ കോടതി വിധിക്കും. അതല്ലാതെ അച്ഛനെ കയ്യോടെ പിടിച്ച് ജയിലിലോട്ടൊന്നും ഇടില്ലല്ലോ. ഇടുവോന്ന് ചോദിച്ചു. ആ സമയത്ത് ഒന്നും മിണ്ടാതെ നമ്മുടെ അമൽ സമീപനം പാലിക്കാം. പിന്നെ വീണ്ടും പോലീസ് അന്വേഷണം, കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ, വാദം, വിചാരണ, അതൊക്കെ എത്ര കാലം പോകുവടാ? കെട്ടിച്ചമച്ചൊരു കഥയുടെ ആയുസേ എത്ര കാലം ഉണ്ടാകുകടാന്നൊക്കെ ചോദിച്ചു. കേസ് അങ്ങ് വെറുതെ ചുമ്മാ തള്ളിപ്പോകും. പിന്നെ വരാൻ പോകുന്നതാണ് യഥാർത്ഥ കേസ്, ജാനകിക്കും അഭിക്കും എതിരെയുള്ള ഞങ്ങളുടെ അപകീർത്തി കേസെന്നും പറഞ്ഞുകൊണ്ട് അപർണ അങ്ങ് ഘോര പ്രസംഗിക്കുക. ഇതൊക്കെ അപർണ എത്രയോ നേരത്തെ മനസ്സിൽ കണ്ടു കഴിഞ്ഞ അമലെ. എന്നിട്ടാണ് അനാഥ ജന്മത്തിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ആളെ വിടുന്നത്. ഈ പറഞ്ഞതൊന്നും മാറ്റി പറയാൻ ഒരു സാഹചര്യം വരരുത് എന്ന് നീ പ്രാർത്ഥിച്ചോളാൻ അപർണയോട് അമൽ അവസാന താക്കീത് കൊടുക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.